നാട്ടുകാർ ഇങ്ങനെ പറയാറില്ലേ, ഒരു വേള പഴക്കമേറിയാൽ ഇരുളും വെളിച്ചമായി വരാം എന്ന് പറഞ്ഞതുപോലെയാണ്. ചില്ലുകൂടാരത്തിലാണ് ഇരിക്കുന്നത്. അതാ പിടിച്ചു. നമ്മുടെ അടയ്ക്കാക്കുരുവിയെ കയ്യിലെടുത്തിരിക്കുകയാണ് ആ ചേട്ടൻ. പുറത്ത് വിടാൻ പോവാണ്. ഏട്ടാ പുറത്തേക്ക് ഇറങ്ങി അതിന് അധികം കയ്യിൽ വെച്ച് നിൽക്കണ്ട. എന്തായാലും ആ ചേട്ടൻ ഇപ്പോൾ പിടികൂടി. പുറത്തേക്ക് വിടാം, അതിനെ പുറത്തേക്ക് ദോഷം. ഇതിനെ പുറത്തേക്ക് റിലീസാണ്. പറന്നു പോയി. അവനങ്ങനെ നീലാകാശത്തേക്ക് സന്തോഷമായി. നമ്മുടെ ജില്ലാ ജഡ്ജ് കൂടിയുണ്ട്. സാറ് ഇതൊരു വലിയ സന്തോഷമുള്ള കൂടിയാണല്ലേ? സന്തോഷമുള്ള കാര്യമാണ്. ജീവൻ മനുഷ്യൻ്റേതായാലും ജന്തുക്കളുടെ ആയാലും പക്ഷികളുടെ ആരുടെയായാലും അത് ഏറ്റവും അമൂല്യമാണ്. അതിന് നമ്മൾ നിയമങ്ങളോ കോടതികളോ തടസ്സം നിൽക്കാൻ പാടുള്ളതല്ല. മനുഷ്യന്മാരാകുമ്പോൾ തർക്കങ്ങളുണ്ടാവും. ആ തർക്കങ്ങൾ കോടതി കേസായി വരും. കോടതികൾ അത് തീരുമാനം എടുക്കുന്നവരെ ചില സംവിധാനങ്ങളുണ്ടാക്കും. ചിലപ്പോൾ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യും, ചിലപ്പോൾ സീൽ ചെയ്ത് വെച്ചിരിക്കും. അതിൽ രമ്യമായി പരിഹാരം ഉണ്ടാകുന്നത് വരെയുള്ള സംവിധാനം മാത്രമാണ്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ കോടതി തന്നെ ഇടപെട്ട് അതിന് സംവിധാനങ്ങളുണ്ടാകും. ഒരിക്കലും കോടതിയോ നിയമങ്ങളോ മനുഷ്യജീവനോ ജന്തുജീവനോ നമ്മുടെ സമൂഹത്തിലുള്ള തടസ്സമായി നിൽക്കില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രാധാന്യമുള്ളത്. ഇത് കലക്ടർ എനിക്ക് രാവിലെ ഇട്ട് തന്നപ്പോൾ തന്നെ ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ടു. ഹൈക്കോടതിയിലെ മുതിർന്ന ജഡ്ജിമാരായ മുഹമ്മദ് മുസ്താഖ് സാറിനെയും കണ്ണൂരിൻ്റെ ജഡ്ജ് ഇൻചാർജായിട്ടുള്ള ജസ്റ്റിസ് രവി സാറിനെ ബന്ധപ്പെട്ടു. ഉടനെ തന്നെ അതിന് വേണ്ട നടപടി എടുക്കണമെന്ന് പറയുന്ന അടിസ്ഥാനത്തിലാണ് ഞാൻ തന്നെ തലശ്ശേരി നേരിട്ടിവിടെ എത്തിയത്. നമുക്ക് തോന്നാം ചെറിയൊരു കുരുവിയല്ലേ, ചത്തോട്ടെ എന്ന് തോന്നാം. അങ്ങനെ ചിന്തിക്കാൻ നമ്മൾ തയ്യാറായില്ല. ഉളിക്കലെ ഇത് ശ്രദ്ധയിൽപ്പെട്ട ആളുകൾ, ഉളിക്കലെ ജനങ്ങൾ അത് മീഡിയയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. മീഡിയ അത് അധികൃതർ ശ്രദ്ധയിലിടുന്നതിൽ അത് നല്ല ന്യൂസിൽ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. ആ പക്ഷിയുടെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് സാധിച്ചു. ഇതുപോലെ ആവട്ടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ചും കണ്ണൂരിലെയും ഈ ഉളിക്കൽ പ്രദേശ ജനങ്ങളുടെ നമുക്കൊരു പ്രശ്നങ്ങളുമില്ലാതെ സമാധാനമായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. നമുക്ക് മാത്രമല്ല ജന്തുജാലങ്ങൾക്കും. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടാതെ അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടാതെ പോയാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. ഒരു കുരുവിയിലെ ഇപ്പോൾ തുറന്നുവിട്ട ആ സന്ദേശം പോലും വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞതുപോലെ ജീവൻ മനുഷ്യൻ്റേതായാലും ജന്തുവിൻ്റെ ഒരു ചെറിയ പക്ഷിയുടേതായാലും ശരി, അതിൻ്റേതായ വില നമുക്ക് തിരിച്ചു കൊടുക്കാനാവില്ല നഷ്ടപ്പെട്ടു. അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ ചെയ്തിട്ട് എല്ലാവരുടെയും കൂട്ടായ്മ ഇവിടെ നമുക്ക് ജില്ലാ ജഡ്ജിയുടെ മനോഹരമായ വാക്കുകളാണ്. ഈ വിഷയത്തിൽ വളരെ റിപ്പോർട്ടർ വാർത്തയെ തുടർന്ന് ഇടപെട്ട ജില്ലാ ജഡ്ജിക്ക്, ജില്ലാ കളക്ടർക്ക്, ഒപ്പം തന്നെ അതിന് നിർദ്ദേശം നൽകിയ ഹൈക്കോടതി ജഡ്ജിമാർക്ക്, നീതിന്യായ സംവിധാനത്തിന് ഒരു ബിഗ് സല്യൂട്ട്. ഒരു കുഞ്ഞു ജീവനാണ്, അടയ്ക്കാക്കുരുവിയാണ്, കുഞ്ഞനാണ്. പക്ഷേ അവൻ്റെ ജീവനും വളരെ പ്രധാനപ്പെട്ടതാണ്. എടുത്താൽ നഷ്ടപ്പെട്ടാൽ തിരിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നല്ലല്ലോ. അപ്പോൾ താങ്ക് യു ഓൾ.